എന്തിനാണ് ജോലി ചെയ്യുന്നത്? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർമാനമായി കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. പലപ്പോഴും ജോലി ചെയ്യുന്നവർക്ക് ഒരു സക്സസ് ഉണ്ടാകുന്നില്ല, ജോലിയിൽ ഒരു വിജയം അവർക്ക് ലഭിക്കുന്നില്ല, ജോലിയിൽ അവർക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല, ജോലി ചെയ്യുന്നതിൽ ഒരു തികവ് ഒന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ദൈവം ജോലി ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ വെച്ചാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാതെ നമുക്ക് ഇരിക്കാനേ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും പല ആളുകളും വിചാരിക്കാറുണ്ട്, ഒരു ജോലി ഇല്ലാതിരുന്നെങ്കിൽ സുഖമായിട്ടിരുന്ന് അങ്ങനെ ഉണ്ട് എന്ന് കഴിഞ്ഞു പോകുന്നത് എത്ര നല്ലതായിരുന്നു. ഇത് രാവിലെ എഴുന്നേൽക്കണം, ജോലിക്ക് പോകണം, വളരെ പ്രയാസമാണ്, എന്ത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ സുഖകരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ പേര്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയല്ല. ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു ശേഷിയോടും കഴിവോടും കൂടിയാണ്. ഈ ക്ലാസ് തുടർമാനം കേൾക്കുന്നത് യുവജനങ്ങൾക്കും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമെല്ലാം വളരെ പ്രയോജനമായിരിക്കും. കാരണം എന്തിനാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ജോലിക്കായിട്ട് ഒരുങ്ങേണ്ടത്, ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതി എന്താണ്, നമ്മുടെ കഴിവ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, നമ്മൾ ഏത് സ്ഥലത്താണ് ജീവിക്കാൻ പോകുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ അത് ഒരു ദൈവികമായ നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പലപ്പോഴും ഇത് അറിയാതെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെയൊക്കെ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു അങ്ങനെയൊന്നും കാണാനോ കേൾക്കാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തന്നെ കാര്യം. അതുകൊണ്ട് യുവജനങ്ങൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുവസന്തം തന്നെ ഇത് സൃഷ്ടിക്കും. ഈ ക്ലാസ് പഠിക്കുന്നതിലൂടെ ഒരു നല്ല ഒരു അറിവ് നമുക്ക്, ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. പലപ്പോഴും എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതൊന്നും പലർക്കും അറിയില്ല. രാവിലെ എഴുന്നേറ്റ് മോനെ എഴുന്നേക്കടാ, അവനെ കട്ടിലിൽ നിന്ന് കുത്തിപ്പോക്കി പല്ല് തേക്കാൻ കൊണ്ടുപോയി അവൻ്റെ മുഖം കഴുകിച്ച് അവൻ ആവശ്യമുള്ള ദോശയൊക്കെ ചുട്ട് കൊടുത്ത്, എടാ പോടാ ജോലിക്ക് പോടാ, എടാ 3 ദിവസമായിട്ട് നീ ജോലിക്ക് പോയിട്ടില്ല, ഇന്നും കൂടെ പോയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ജോലി ചെയ്ത് ജീവിക്കണം. അവൻ ആവശ്യമുള്ളതെല്ലാം എടുത്ത് ഒരുക്കി കൊടുത്ത് വണ്ടിയുടെ സമയത്ത് അവനെ ഒരുക്കി ഓടിച്ചു വിട്ട് നമ്മൾ ജോലിക്ക് വിടേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജോലിയെ പറ്റിയുള്ള ഒരു ദർശനം, എന്തിനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, നമ്മൾ എന്തിനാണ് ജോലി ചെയ്യേണ്ടത്, തുടർന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ബോധം നമുക്ക് ശരിക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് വിടേണ്ടത്, ഒരു മോട്ടിവേഷൻ ഇല്ലാതെ വരുന്നതുകൊണ്ടാണ്. പക്ഷെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ജോലി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ, അതിനുള്ള കഴിവുകൾ നമ്മുടെ ഉള്ളിൽ വെച്ച് നമ്മളെ സൃഷ്ടിച്ചിരിക്കുക എന്നതായതുകൊണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ജോലിയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, വചനാടിസ്ഥാനത്തിലുള്ള ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ലഭിക്കും. നമുക്ക് ചാടി എഴുന്നേറ്റ് ഓരോ ദിവസവും ജോലി ചെയ്യാനുള്ള ഉത്സാഹം നമുക്കുണ്ടാകും. നമ്മൾ വിശ്വാസികളാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ ജോലി ചെയ്യുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ നേച്ചറുണ്ട്, ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പോൾ എല്ലാത്തിനും തന്നെ അത്തരത്തിലുള്ളൊരു സ്വഭാവമുണ്ട്. ഉദാഹരണമായിട്ടൊരു കാറ് എടുക്കുകയാണെങ്കിൽ ആ കാറ് 4 ചക്രത്തിന്മേലാണ് അതിനെ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഓടിച്ചാൽ മാത്രമേ, അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഓടിച്ചെങ്കിൽ മാത്രമേ ആ കാർ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതിനെ തലയും കുത്തി നിർത്തി ടയറുകളൊക്കെ മേളി വരുന്ന രീതിയിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് ഓടാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സ്വഭാവത്തിനനുസൃതമായിട്ടാണ് ജോലിയും ഉണ്ടായിരിക്കുന്നത്. മനുഷ്യനെ നോക്കൂ, ഒരു കുടുംബത്തിൽ തന്നെ ആണിനെയും പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവം ഒരു കുടുംബത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അംഗങ്ങളെല്ലാം ഉണ്ട്. പെണ്ണിനെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതിനും ഓമനിക്കുന്നതിനും ഉറക്കുന്നതിനും ഒക്കെയുള്ള ആ ഒരു രീതിയിലുള്ള ഘടനയാണ് അവരുടെ ശരീരത്തിന്. പുരുഷൻ്റേതാവട്ടെ ഒരു സംരക്ഷണം ഉണ്ടാക്കുക, ജോലിക്കായിട്ട് അധ്വാനിക്കുക തുടങ്ങിയ രീതിയിലുള്ള
ഒരു ശരീരഘടനയിലാണ് മനുഷ്യനെ കുടുംബത്തിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടേതായിട്ടുള്ള ഈ സ്വഭാവം, ശരീരത്തിൻ്റെതായിട്ടുള്ള ഈ നേച്ചറും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ശരിയായ രീതിയിലുള്ള ജോലി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ ജോലിയെപ്പറ്റി വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ചില ആൾക്കാർ പറയുന്നു ധർമ്മം, നീതി, ഈ ധർമ്മത്തിനും നീതിക്കും ഒക്കെ ശബ്ദമുയർത്തുന്ന നിലവാരത്തിലുള്ള ഒരു ജോലിയാവണം നമ്മൾ ചെയ്യേണ്ടത്. ആ ധാർമ്മിക ബോധത്തോടെ ജോലി ചെയ്യണം. ശരിയാണ്. മറ്റു ചിലർ പറയുന്നു ജോലി ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു സുവിശേഷം നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ പറയത്തക്ക നിലവാരത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് ദൈവത്തെ അവിടെ വെളിപ്പെടുത്തുന്ന ഒരു നിലവാരത്തിൽ ജോലി ചെയ്യണം എന്ന് മറ്റൊരു കൂട്ടം പറയുന്നു. അതുപോലെ വേറൊരു കൂട്ടം പറയുന്നത് നമ്മളെപ്പോഴും വളരെ സന്തോഷത്തോടെ നമ്മൾ ജോലി ചെയ്യണം. നമ്മുടെ ആ സന്തോഷവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യവും എല്ലാം നമ്മൾ കാണിക്കുമാർ നമ്മൾ സന്തോഷത്തോടെ, വളരെ നിപുണതയോടെ, വളരെ ഭംഗിയോടെ എല്ലാം ഒരു മനോഹരമായ രീതിയിൽ ജോലി ചെയ്യണം എന്ന് പറയുന്ന ഒരു കൂട്ടരെയും നമുക്കറിയാം. മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് തന്നെ വ്യത്യാസം വരുത്തത്തക്ക രീതിയിൽ നമ്മൾ ജോലി ചെയ്യണമെന്നാണ്. അതായത് സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളുടെ തൊഴിലിടങ്ങളിലുള്ള സംസ്കാരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2-3 പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എടാ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ പോവാ, നീ ഒന്ന് നോക്കിയില്ല, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു സിഗ്നൽ തന്നാൽ മതി, ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ, നിങ്ങൾ പണിതോ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോഴത്തേക്കും ഞാൻ ഉണർന്നിരുന്നോളാം, നിങ്ങൾ ആ സമയത്ത് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഒരു അത്തരത്തിലുള്ള ഒരു സംസ്കാരം, ജോലി സംസ്കാരം നിലനിൽക്കുന്നു. ആരെങ്കിലും കാണിക്കാൻ വേണ്ടി മാത്രം, ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന രീതി, അതും അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഈ സംസ്കാരത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കത്തക്ക നിലവാരത്തിൽ, അതായത് നമ്മൾ വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യണം, അതിൽ ഉഴപ്പ് പാടില്ല, കാണുമ്പോൾ മാത്രമല്ല നമ്മൾ വളരെ സൂക്ഷ്മതയോടെ, കൃത്യതയോടെ, ഭംഗിയോടെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സംസ്കാരം, അത്തരത്തിലുള്ള ഒരു സംസ്കാരം കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ എന്നുള്ള രീതിയിലും ചിലർ സംസാരിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രായം, അതായത് ഒരു 25 വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 25 വർഷം നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കുവാനായിട്ട് അധ്വാനിക്കുന്നു. അതിനുശേഷമുള്ള 25 വർഷം വളരെ നല്ല രീതിയിൽ നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. അതിനുശേഷം അടുത്ത 25 വർഷം ആ സമ്പാദിച്ചത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും സമൂഹത്തിനൊരു മുതൽക്കൂട്ടാവുന്ന രീതിയിലും ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മറ്റു ചിലർ പറയുന്നു. സമ്പാദിക്കുന്ന കാര്യം പറയുമ്പോൾ ചിലർ പറയും ഇത് ഒരു ക്രിസ്തീയമായ പഠിപ്പീരല്ല, സമ്പാദിക്കാനൊന്നും പാടില്ല, ഈ ലോകത്തല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത്, നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അല്ല, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ജീവിതം ഇവിടെയല്ല, സ്വർഗത്തിലാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ള ജീവിതമുള്ളത്, അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യേണ്ട എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അല്ല, നമ്മൾ തീർച്ചയായിട്ടും ജോലി ചെയ്യേണ്ടവരാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ ജോലി ചെയ്യേണ്ടതുണ്ട്. ആ ജോലിയിലൂടെ നമ്മൾ നല്ല രീതിയിൽ സമ്പാദിക്കേണ്ടതുണ്ട്. ഈ പണം ഇല്ലാതിരിക്കുന്നതല്ല, പണം നമുക്ക് ആവശ്യത്തിലും അതിലധികമായും പണം നമുക്ക് ആവശ്യമുണ്ടാകണം. ആ പണം സമ്പാദിക്കുന്നതിലല്ല, ആ പണം ഏത് രീതിയിൽ ചിലവഴിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നമുക്ക് പണം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ തീർച്ചയായും നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ജോലി ചെയ്യുന്നതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ സത്യമാണ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾ മുഖ്യത്വം കൊടുക്കുമ്പോഴാണ് നമുക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സത്യത്തിൽ ശരി തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഞാനിപ്പോൾ വചനം പഠിപ്പിക്കുന്നു, നിങ്ങളൊരു പക്ഷേ ഒരു മ്യൂസീഷ്യനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. അപ്പം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കഴിവുകൾ, നമ്മളുടെ ബുദ്ധി, ജ്ഞാനം, പരിചയം, അത്തരം കാര്യങ്ങൾ എങ്ങനെ ദൈവരാജ്യത്തിന് പ്രയോജനകരമായി എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ വിധത്തിലുള്ള പഠനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ എന്തിനാണ്, ആ കഴിവുകൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ആ മടിയെല്ലാം മാറിയിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറും. അതുകൊണ്ടാണ് ഈ പഠനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്.
നാം ഇവിടെ പ്രധാനമായിട്ടും 3 സംഗതികൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നാം ജോലി ചെയ്യുന്നത്? എന്തിനാണ് നമുക്ക് ജോലി? ദൈവം എന്തിനാണ് നമുക്ക് ജോലി തന്നിരിക്കുന്നത്? ജോലി തരാതിരുന്നാൽ മതിയായിരുന്നല്ലോ. ദൈവത്തിന് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആഹാരവും നമുക്ക് ആവശ്യമുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്ന് അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ജോലിയെ പറ്റി ചിന്തിക്കേണ്ടി പോലും വരുന്നില്ലല്ലോ. നമ്മൾ ഉള്ള ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി ടി വിയും കണ്ട് കുറുക്കുറ എല്ലാം കഴിച്ച് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് സുഖമായിട്ട് നമുക്ക് സമയം കളയാമായിരുന്നു. ദൈവം എന്തിനാണ് ഈ ജോലിയൊക്കെ തന്നത്? മര്യാദയ്ക്ക് ഉള്ള ആവശ്യമുള്ളതെല്ലാം തന്നിരുന്നെങ്കിൽ നമുക്ക് മതിയാകുമായിരുന്നല്ലോ എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ജോലി എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ നമ്മുടെ ജോലി ഇത്ര കഠിനമായിരിക്കുന്നത്? ജോലി ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രയാസമാണ്, അതിനെന്തൊക്കെ ബുദ്ധിമുട്ടാണ്? ആ ജോലി ചെയ്യുന്നതിനുള്ള ആ വിഷമതകളൊക്കെ ഓർക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം, അതിൻ്റെ കൃത്യസമയത്ത് പോകണം, ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഈ ജോലി എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജോലി എന്തുകൊണ്ടാണ് കഠിനമായിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പുറകിൽ, എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം നമ്മൾ വേദവചനത്തിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മൾ ബൈബിളിൽ നിന്നും ഇത് പഠിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കാരണം എന്താണ്, ഈ ജോലി എന്താണ് ഇത്ര കഷ്ടമായിരിക്കുന്നത്, ജോലി പ്രയാസമായിരിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തൃപ്തികരമായ രീതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഈ ജോലി നമുക്ക് ഒരു തൃപ്തി തരുന്നില്ല. ഇത് കഷ്ടമാണല്ലോ, എന്തായാലും ഇത് പോയാൽ പറ്റത്തുള്ളൂ, ഈ നശിച്ച പണി, അങ്ങനെയുള്ളൊരു ബോധത്തോടു കൂടി നമ്മൾ ജോലിക്കായിട്ട് പോകുമ്പോൾ നമുക്കൊരു തൃപ്തി നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ജോലിയിൽ നമുക്കൊരു തൃപ്തി ലഭിക്കാത്തതിൻ്റെ കാരണം അവിടെയും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ജോലി ഇത്ര കഷ്ടമായിരിക്കുന്നത്, ഇത്ര പ്രയാസമുണ്ടാകുന്നത് എന്നുള്ള ചോദ്യത്തിനും നമുക്ക് ഇതിൽ നിന്നും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൻ്റെ നാം ജോലി ചെയ്യണം എന്നുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനമായ വസ്തുതകൾ കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അപ്പോൾ ഇതൊരു സമഗ്രമായ പഠനമാണ്. നമ്മളിത് തുടർമാനമായിട്ട് നമ്മൾ പോകണം. നമ്മുടെ ജോലി ചെയ്യുന്നത് എങ്ങനെ, നമ്മുടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള കാര്യത്തിൽ നമ്മൾ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഇത് കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ജോലിയെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് അതിന് മാറ്റമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സൃഷ്ടി കർമ്മം അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ജോലി ചെയ്തു എന്നാണ്. ദൈവം ജോലി ചെയ്തു എന്നാണ് അതിലുപയോഗിച്ചിരിക്കുന്ന വാക്ക്, പ്രവൃത്തി. മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോയി നമ്മുടേതായിട്ടുള്ള ജോലികൾ ചെയ്തു എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ചെയ്ത ഓരോ പ്രവൃത്തിയും സൃഷ്ടിയുടെ ആ ജോലിയായിട്ട് തന്നെ അതേ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം ജോലി ചെയ്തു. ദൈവം 6 ദിവസം ജോലി ചെയ്തു, ഒരു ദിവസം അവൻ വിശ്രമിച്ചു. ദൈവം ചെയ്ത ആ പ്രവൃത്തികളെ ജോലി എന്നുള്ള അതേ വാക്കുകൊണ്ടാണ് ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നത് ദൈവം ജോലി ചെയ്യുന്നതായിട്ടാണ്. ദൈവം ജോലി ചെയ്തതുകൊണ്ട് നമ്മളും ജോലി ചെയ്യുന്നവരായിരിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കിപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് ജോലി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ജോലി ചെയ്തു, ദൈവം തന്നെ ജോലി ചെയ്തു. അതുകൊണ്ട് മനുഷ്യനും ജോലി ചെയ്യണം. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവന് ആ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ജോലി ചെയ്യുന്നില്ല എങ്കിൽ അവന് ആ സാദൃശ്യത്തെപ്പറ്റിയും ഛായയെപ്പറ്റിയും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവം ജോലി ചെയ്തു. അത് വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണുന്നു. അവൻ ജോലി ചെയ്തതുപോലെ നമ്മളും ജോലി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ടൊരു പാറ്റേൺ ദൈവം നമുക്ക് തരികയാണ്. 6 ദിവസം ജോലി, ഒരു ദിവസം അവൻ വിശ്രമിക്കുകയാണ്. നമുക്ക് വേണം ചിന്തിക്കുക, എന്തിനാ ഈ 6 ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസം എന്തിനാണ് വിശ്രമം എടുത്തത്? ദൈവത്തിന് എന്തിനാണ് വിശ്രമം? ദൈവത്തിന് വിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിന് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് ജോലി ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു നേച്ചർ, ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ജോലി ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ
നമുക്കും ആ ഛായയിലും സാദൃശ്യത്തിലും ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ജോലിയുടെ കഴിവ് അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ആ ജോലി നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളും ആ ദൈവത്തിൻ്റെ ആ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പോൾ ഒരു തൃപ്തി നമുക്ക് ലഭിക്കുന്നുള്ളൂ. ദൈവം വച്ചിരിക്കുന്ന ഈ പാറ്റേൺ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. 6 ദിവസം ജോലി, 1 ദിവസം വിശ്രമിക്കുന്നത്. ദൈവത്തിന് എന്താണ് വിശ്രമം? ദൈവം വിശ്രമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്, വേണമെങ്കിൽ തിരിച്ചാകാമായിരുന്നല്ലോ. 6 ദിവസവും വിശ്രമം, 1 ദിവസം മാത്രം ജോലി. ദൈവം അങ്ങനെ വച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് 6 ദിവസം ജോലി ചെയ്ത് 1 ദിവസം വിശ്രമിച്ച് തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു രീതിയിലാണ്. ജോലി എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് ജോലി ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം, തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ നിന്നും കൂടുതലായിട്ട് ചിന്തിക്കാം.